സെക്കൻഡ് മോഡ്യൂളിൻ്റെ നമുക്ക് വേണമെങ്കിൽ സെക്കൻഡ് പാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. സെക്കൻഡ് മോഡ്യൂളിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഡ്രില്ലിങ്. ഓക്കെ, ആദ്യം നമ്മുടെ സെക്കൻഡ് പാർട്ടിൽ പഠിച്ചത് ലെയ്ത്ത് മെഷീനെ പറ്റിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ അടുത്ത മെഷീനെ പറ്റി പഠിക്കാൻ പോവാണ്, ഡ്രില്ലിങ് മെഷീൻ. ഡ്രില്ലിങ് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ നമ്മൾ ലെയ്ത്തിൽ ചെയ്യാൻ പറ്റും അല്ലേ? അതുപോലെ ഡ്രില്ലിങ്ങിന് വേറെ തന്നെ ഒരു മെഷീൻ ഉണ്ട്, ഇറ്റ്സ് കോൾഡ് ഡ്രില്ലിങ് മെഷീൻ. ഓക്കെ, പല ടൈപ്പ് ഓഫ് ഡ്രില്ലിങ് മെഷീൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് ഡ്രില്ലിങ്, എത്ര ടൈപ്സ് ഓഫ് ഡ്രില്ലിങ് മെഷീൻസ് ഉണ്ട്, ഇനി ഡ്രില്ലിങ് മെഷീനിൽ ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ ഓപ്പറേഷൻസ് ആണുള്ളത്, പിന്നെ ഡ്രിൽ ചെയ്യുന്ന ഉപയോഗിക്കുന്ന ടൂള്, അതായത് ഡ്രിൽ ബിറ്റ്, എത്ര ടൈപ്സ് ഓഫ് ഡ്രിൽ ബിറ്റ്സ് ഉണ്ട്, എന്തൊക്കെയാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റീസ്, അതിൻ്റെ നോമൻക്ലേച്ചർ എന്താണ്, ഇതൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ടിങ് ജസ്റ്റ് ചെയ്യാം. ഓക്കെ, വാട്ട് ഈസ് ഡ്രില്ലിങ് ആൻഡ് വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഡ്രില്ലിങ് മെഷീൻസ്. ഓക്കെ, എന്താണ് ഡ്രില്ലിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സോ പ്രോസസ് ഓഫ് കട്ടിങ് ഹോൾസ് ഇൻ മെറ്റൽസ് ബൈ യൂസിങ് എ ഡ്രില്ലിങ് മെഷീൻ. ഡ്രില്ല് ചെയ്തിട്ടുണ്ടാവില്ലേ നിങ്ങളെല്ലാവരും? ഒന്നുമില്ല വീട്ടിൽ എവിടെയെങ്കിലും അല്ലേ ഡ്രില്ലിങ് ചെയ്തിട്ടുണ്ടാവണം. എല്ലാവരും ഡ്രില്ലിങ് എന്താ എന്ന് അറിയാലോ അല്ലേ? യെസ്. സോ പ്രോസസ് ഓഫ് കട്ടിങ് ഹോൾസ്, നമ്മൾ ഹോൾസ് ഉണ്ടാക്കുക, ഹോൾസ് ഉണ്ടാക്കിയിട്ട് കട്ട് ചെയ്യുക മെറ്റലിനെ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡ്രില്ലിങ് എന്ന് വിളിക്കുന്നത്. സോ ഡ്രില്ലിങ്ങിന് ഉപയോഗിക്കുന്ന ടൂൾസിനെ നമ്മൾ ഡ്രിൽസ് എന്ന് വിളിക്കും, അല്ലെ ഡ്രിൽ ബിറ്റ് എന്ന് വിളിക്കും. ഓക്കെ, ഡ്രിൽസ് ആർ ദ ടൂൾസ് യൂസ്ഡ് ടു കട്ട് എവേ ഫൈൻ ഷേവിങ്സ് ഓഫ് മെറ്റീരിയൽസ് as the drill advances in a rotational motion through the material. നമുക്ക് ഈ ഇംഗ്ലീഷിൽ ഇങ്ങനെയൊക്കെ എഴുതണം എന്താണ് കാര്യം എന്നുള്ളത്. സോ ഇറ്റ് ഈസ് ഒബ്വിയസ്ലി ഡിഫൈൻഡ് ദാറ്റ് എന്താണ് ഡ്രിൽസ് എന്ന് പറയുന്നത്, അതായത് ഡ്രിൽസ് എന്ന് പറയുന്നതാണ് ടൂൾ നമ്മുടെ അല്ലേ. ടൂൾസ് എന്താണ് ചെയ്യുന്നത്? മെറ്റീരിയൽ നമ്മളെ ഹോൾസ് ഉണ്ടാക്കുന്ന മെറ്റീരിയൽ നിന്ന് റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത്? ഡ്രിൽ അഡ്വാൻസസ് ഇൻ എ റൊട്ടേഷണൽ മോഷൻ. അതെ, നമ്മൾ ഡ്രില്ല് റൊട്ടേഷണൽ മോഷൻ കൊണ്ട് നമ്മുടെ ഏത് മെറ്റീരിയലാണോ വർക്ക് പീസ് ആണോ ആ മെറ്റീരിയലിലോട്ട് അഡ്വാൻസ് ചെയ്യും. സോ ദാറ്റ് മെറ്റീരിയൽസ് കംസ് ഔട്ട് അല്ലേ. അപ്പോൾ ഹോൾസ് ഉണ്ടാവും. സോ ഫോഴ്സിങ് എ റൊട്ടേറ്റിംഗ് ഡ്രിൽ ഇൻ ടു എ സ്റ്റേഷനറി ജോബ് ആസ് ഓൺ എ ഡ്രില്ലിംഗ് മെഷീൻ അല്ലേ. ഒന്നിക്കൽ നമുക്ക് ഒരു വർക്ക് പീസ് ഉണ്ട്, വർക്ക് പീസ് സ്റ്റേഷനറി ആയിരിക്കും, അതിലോട്ട് ഒരു റൊട്ടേറ്റിംഗ് ഡ്രില്ല് നമ്മൾ ഫോഴ്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബൈ ഫോഴ്സിങ് എ സ്റ്റേഷനറി ഡ്രിൽ ഇൻ എ റൊട്ടേറ്റിംഗ് വർക്ക് പീസ് ആസ് ഓൺ ലെയ്ത്ത് അല്ലേ. ലെയ്ത്തിൽ നമ്മൾ ചെയ്യുന്ന എന്താ? റൊട്ടേറ്റിംഗ് വർക്ക് പീസ് ഉണ്ടാവും, ഡ്രിൽ ബിക്കം സ്റ്റേഷനറി. ഈ രണ്ട് രീതിയിലാണ് അല്ലേ ഡ്രില്ലിങ് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ശരിയല്ലേ? അതായത് നമ്മളിപ്പോൾ വീട്ടിലൊരു ചുമരിൽ ഒരു ഹോൾ ഇടുന്നതെന്ന് വിചാരിക്കുക. സോ അല്ലേ, വർക്ക് പീസ് എന്ന് പറയുന്ന സാധനം സ്റ്റേഷനറി ആണ്, നമ്മൾ ഡ്രില്ലാണ് മൂവ് ചെയ്യുന്നത് അല്ലേ, ഫോഴ്സ് കൊടുക്കുന്നത് ഡ്രില്ലിനാണ് മൂവ് ചെയ്യുന്നത്. ലെയ്ത്തിൽ നമ്മൾ ചെയ്ത് ആലോചിച്ച് നോക്കിയാൽ വർക്ക് പീസ് ചക്കുന്ന റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും അല്ലേ. റൊട്ടേഷൻ ഈസ് ഫ്രം എന്താണ്? ലെയ്ത്തിലാണ് അല്ലേ, വർക്ക് പീസിലാണ് റൊട്ടേഷൻ വരുന്നത്. ഡ്രിൽ ബിക്കം സ്റ്റേഷനറി, അതായത് നമ്മുടെ ഒരു വർക്ക് പീസ് അല്ലേ ടൂള് സ്റ്റേഷനറി ആണെന്ന് അർത്ഥം അല്ലേ. വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യുന്നു, ടൂൾ സ്റ്റേഷനറി. മറ്റേതിൽ രണ്ട് രീതിയിൽ നമുക്ക് ഡ്രിൽ ചെയ്യാൻ പറ്റും. അതെ, ടൂൾ റൊട്ടേറ്റ് ചെയ്യുന്നു, വർക്ക് പീസ് സ്റ്റേഷനറി. ഓക്കെ, അപ്പം ഡ്രില്ലിങ്ങിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. ഓൾസോ ബൈ മില്ലിംഗ് മെഷീൻ വിത്ത് എ ഡ്രില്ലിംഗ് അറ്റാച്ച്മെന്റ് വി ക്യാൻ ഡു ഡ്രില്ലിംഗ്. ഓക്കെ, ഒരു മില്ലിംഗ് മെഷീനിൽ ഡ്രില്ലിംഗ് അറ്റാച്ച്മെന്റ് കൊടുത്താലും നമുക്ക് ഡ്രില്ല് ചെയ്യാൻ പറ്റും. ഇൻ ദിസ് കേസ് ദ ജോബ് ഇസ് ഫെഡ് ഓൺ ടു എ റൊട്ടേറ്റിംഗ് ഡ്രിൽ. ആ ഒരു കേസിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജോബ് റൊട്ടേറ്റിംഗ് ഡ്രില്ലിലോട്ട് ഫോഴ്സ് ചെയ്യുകയാണ് ചെയ്യുക. സോ ഡ്രില്ലിംഗ് ഇങ്ങനെയൊക്കെയാണ് ചെയ്യുക. ഡ്രില്ലിംഗ് ഈസ് മേക്കിംഗ് പ്രോസസ് ഓഫ് കട്ടിംഗ് ഹോൾസ് ഇൻ എ മെറ്റൽ by using a drilling machine. Okay, so എത്ര ടൈപ്സ് ഓഫ് ഡ്രില്ലിംഗ് മെഷീൻസ് ഉണ്ട് എന്നുള്ളതാണ്. there are different types of drilling machines: portable drilling machine, upright drilling machine, sensitive drilling machine,
radial drilling machine, gang drilling machine, multi-spindle drilling machine, automatic drilling machine, turret drilling machine, numerically controlled drilling machine. ഇത്രയും ടൈപ്സ് ഓഫ് ഡ്രില്ലിംഗ് മെഷീൻസ് ഉണ്ട് എന്നാണ് ശരിക്കും പറയുന്നത്. സോ നമുക്ക് ഓരോന്നായിട്ട് എന്താന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് പോർട്ടബിൾ ഡ്രില്ലിംഗ് മെഷീൻ. എന്താണ് പോർട്ടബിൾ ഡ്രില്ലിംഗ് മെഷീൻ? നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവുന്ന ഒരു ഡ്രില്ലിംഗ് മെഷീനാണ് പോർട്ടബിൾ ഡ്രില്ലിംഗ് മെഷീൻ അല്ലേ. അപ്പോൾ നമ്മുടെ കയ്യിൽ കൊണ്ട് നടക്കാൻ പറ്റുന്ന പോർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രില്ലിംഗ് മെഷീൻ, അതിനെയാണ് നമ്മൾ പോർട്ടബിൾ ഡ്രില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നത്. സോ ദിസ് ടൈപ്പ് ഓഫ് ഡ്രില്ലിംഗ് മെഷീൻ ഈസ് ക്യാൻ ക്യാരീഡ് എനിവെയർ ഇൻ ദ ഷോപ്പ്. അതായത് നമുക്ക് എവിടെ വേണേലും എടുത്ത് നടക്കാൻ പറ്റുന്ന, റൈറ്റ് സൈഡിൽ ഒരു പിക്ചർ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. The machine can be used for creating holes with the workpiece in any position which is not possible with the standard drilling machine. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്റ്റേഷനറി ഡ്രില്ലിംഗ് മെഷീൻ ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ നമുക്ക് വർക്ക് പീസ് അവിടെ കൊണ്ടുപോയിട്ട് ഡ്രിൽ ചെയ്യണം അല്ലേ. ഇപ്പോൾ നമുക്ക് ചുമരൊക്കെ അവിടെ കൊണ്ടുപോയിട്ട് ഡ്രിൽ ചെയ്യാൻ പറ്റില്ലല്ലോ. സോ we use a portable drilling machine to make a hole in a wall അല്ലേ. So the entire machine is quite compact and handy. കോമ്പാക്റ്റും ഹാൻഡിൽ ചെയ്യാൻ ഈസിയുമായിട്ടുള്ള ഒരു ഡ്രില്ലിംഗ് മെഷീനാണ് പോർട്ടബിൾ ഡ്രില്ലിംഗ് മെഷീൻ. സോ മോസ്റ്റ് ഓഫ് ദ പോർട്ടബിൾ ഡ്രില്ലിംഗ് മെഷീൻസ് ആർ ഓപ്പറേറ്റഡ് ബൈ ഇൻഡിവിജ്വൽ മോട്ടോഴ്സ് കണ്ടെയ്ൻഡ് ഇൻ ദ മെഷീൻ. ഓക്കെ, ഓൾറെഡി ചെറിയ ഇൻഡിവിജ്വൽ മോട്ടോർ ഉണ്ടാവും ഈ പോർട്ടബിൾ ഡ്രില്ലിംഗ് മെഷീൻസിൽ. അത് വെച്ചിട്ടാണ് ഈ പോർട്ടബിൾ ഡ്രില്ലിംഗ് മെഷീൻസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. സം സ്മോൾ മെഷീൻസ് ക്യാൻ ബി ഓപ്പറേറ്റഡ് ബൈ ഹാൻഡ്. നിങ്ങൾക്ക് കാണാം റൈറ്റ് സൈഡിൽ രണ്ട് ഫിഗർ ഉണ്ട്. ഒന്ന് പോർട്ടബിൾ ഡ്രില്ലിംഗ് മെഷീൻ്റെ ഫിഗറും എങ്ങനെയാണ് ഡ്രില്ല് ചെയ്യുന്നത് എന്നുള്ള ഫിഗറുമാണ് താഴെ കണ്ടത്. ഓക്കെ, സോ പോർട്ടബിൾ ഡ്രില്ലിംഗ് മെഷീൻ ഈസ് വെരി സിമ്പിൾ. ദിസ് ഇസ് വൺ ഓഫ് ദ സിംപ്ലസ്റ്റ് ഡ്രില്ലിംഗ് മെഷീൻ which can be carried anywhere and we can create the holes in any position. Okay sir. ഇനി സെൻസിറ്റീവ് ഡ്രില്ലിംഗ് മെഷീൻ. ഈ പേര് കേൾക്കുന്നത് പോലെ തന്നെ സെൻസിറ്റീവ് ഡ്രില്ലിംഗ് മെഷീൻ എന്ന് കേൾക്കുന്നത് പോലെ തന്നെ നമുക്ക്, അതായത് ഒരു ഓപ്പറേറ്റർക്ക് സെൻസ് ചെയ്യാൻ പറ്റും ഡ്രില്ല് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ്സ് കോൾഡ് സെൻസിറ്റീവ് ഡ്രില്ലിംഗ് മെഷീൻ. അപ്പോൾ സെൻസിറ്റീവ് ഡ്രില്ലിംഗ് മെഷീൻ്റെ ഒരു ഫിഗറാണ് നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റുന്നത്. സോ സ്മോൾ മെഷീൻ ഡിസൈൻഡ് ഫോർ ഡ്രില്ലിംഗ് ഹോൾസ് അറ്റ് ഹൈ സ്പീഡ്സ് ഇൻ ലൈറ്റ് വർക്ക് പീസ്. വളരെ ലൈറ്റ് വർക്ക് പീസസിൽ ഹൈ സ്പീഡിൽ ഹോൾസ് ഡ്രില്ല് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു മെഷീനാണ് സെൻസിറ്റീവ് ഡ്രില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ വെർട്ടിക്കൽ കോളം and a horizontal table. A machine head is mounted on the column to support the driving motor and the mechanism for driving and feeding of the tool. എന്താ പറയുന്നത്, നമുക്ക് ഒരു കോളം ഉണ്ടാവും. ഇറ്റ്സ് കൺസിസ്റ്റ് ഓഫ് എ കോളം അല്ലേ. ഒരു ഹൊറിസോണ്ടൽ ടേബിൾ നിങ്ങൾ കാണുന്നുണ്ട്. ഇതാണ് ഹൊറിസോണ്ടൽ ടേബിൾ അല്ലേ. ഒരു ഹൊറിസോണ്ടൽ ടേബിൾ ഉണ്ട്, ഒരു വെർട്ടിക്കൽ കോളം ഉണ്ട്, ദിസ് ഇസ് എ കോളം, ഒരു ഹെഡ് ഉണ്ട് അല്ലേ, ഹെഡ് മൗണ്ടഡ് ഹെഡ് ഉണ്ട്. സോ ഇത് വെച്ചിട്ടാണ് ഇതാണ് നമ്മുടെ ഈ ഒരു സെൻസിറ്റീവ് ഡ്രില്ലിംഗ് മെഷീൻ്റെ ഒരു പിക്ചറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇതിൻ്റെ ഒരു 2D ഫിഗർ നിങ്ങൾക്ക് വരക്കാൻ പറ്റാം. ഓക്കെ, ഞാൻ ആ നോട്ടിലുണ്ടാവും 2D ഫിഗർ. സെൻസിറ്റീവ് ഡ്രില്ലിംഗ് മെഷീൻ്റെതും റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻ്റെതും ഫിഗർ പഠിക്കണം, നിങ്ങൾക്ക് വരക്കാൻ പറ്റണം. ഓക്കെ, while feeding, the operator can sense the cutting action and adjust the feed rate, so it is called sensitive drilling machine. So നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഓപ്പറേറ്റർ അതായത് നമ്മളാണ് ഡ്രില്ല് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും കട്ടിങ് ആക്ഷൻ ആൻഡ് അഡ്ജസ്റ്റ് ദ ഫീഡ് റേറ്റ്. നമുക്ക് ഫീഡ് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, അതിനനുസരിച്ച് നമുക്ക് സെൻസ് ചെയ്ത് നമുക്ക് ഫീഡ് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ സെൻസിറ്റീവ് ഡ്രില്ലിംഗ് മെഷീൻ എന്ന് വിളിക്കുന്നത്. ഈ സെൻസിറ്റീവ് ഡ്രില്ലിംഗ് മെഷീനിൻ്റെ നിങ്ങൾക്ക് വരച്ച് പഠിക്കാനുള്ള ഒരു ടൈപ്പ് ഓഫ് ഫിഗറാണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. ഓക്കെ, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ദർ ഇസ് എ കോളം അല്ലേ, ഇത് കോളമാണ്. കാണുന്നില്ലേ, ഫിഗർ കാണാൻ പറ്റുന്നില്ലേ? യെസ്, ഒരു ബേസ് ഉണ്ട്, കോളം ഉണ്ട്, ടേബിൾ ഉണ്ട്, ഈ ടേബിൾ ക്ലാമ്പ് ഉണ്ട്. സോ ദാറ്റ് കോളത്തിൽ നമുക്ക് ടേബിൾ ക്ലാമ്പിനെ മൂവ് ചെയ്യിക്കാൻ പറ്റും. സോ ദർ ഇസ് എ മോട്ടോർ
അല്ലേ, ഒരു സ്റ്റെപ്പ് കോൺ പുള്ളി വഴിയാണ് ഡ്രൈവ് വരുന്നതെന്ന് കാണിക്കുന്നുണ്ട്. ആൻഡ് ദെൻ വി ഹാവ് എ ഹെഡ്. ഇത് ഫുള്ളായിട്ട് ഹെഡ് എന്നാണ് പറയുക. ഈ ഒരു സാധനത്തിനെയാണ് നമ്മൾ ഡ്രില്ലിംഗ് ഫീഡ് ഹാൻഡിൽ എന്ന് പറയുന്നത്. ദിസ് ഇസ് കോൾഡ് സ്പിൻഡിൽ ഹെഡ്. ആൻഡ് ദെൻ സ്പിൻഡിൻ്റെ ഉള്ളിലാണ് നമ്മൾ ടൂള് വെക്കുന്നത് അല്ലേ. ഇനിയിപ്പോൾ ലെയ്ത്തിലാണെങ്കിലും നമ്മൾ എന്താ ചെയ്യുന്നത്, ഹെഡ് സ്റ്റോക്ക് ഉണ്ട്. ഹെഡ് സ്റ്റോക്കിൻ്റെ ഉള്ളിൽ ഡ്രൈവിങ്ങിൻ്റെ ഒരു മെക്കാനിസം ഉണ്ട് അല്ലേ. ആ ഡ്രൈവിംഗ് മെക്കാനിസം പോലെയാണ് ഇവിടെ ഈ സ്റ്റെപ്പ് കോൺ പുള്ളിയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഹെഡ് സ്റ്റോക്ക് എന്നുള്ളതിന് പകരമാണ് ഇവിടെ സ്പിൻഡിൽ ഹെഡ് എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നത് അല്ലേ. സോ ദാറ്റ് ഒരു സ്പിൻഡിലും ഉണ്ട്, ഉള്ളിൽ ഒരു സ്പിൻഡിലും ഉണ്ടാവും അല്ലേ, സ്പിൻഡിൽ. ആൻഡ് ദെൻ വി വിൽ പുട്ട് എ ഡ്രിൽ ഓൺ ടു ദ സ്പിൻഡിൽ ഹിയർ അല്ലേ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള വർക്ക് പീസ് ടേബിളിൻ്റെ മേലെ വയ്ക്കും, കറക്റ്റ് പൊസിഷൻ ചെയ്യും. ദെൻ വി വിൽ മൂവ് ദിസ് ഡ്രിൽ ഫീഡ് ഹാൻഡിൽ ടു ഡ്രിൽ അല്ലേ, ടു ക്രിയേറ്റ് എ ഹോൾ. സോ മെഷീൻ ക്യാൻ ബി ഫിറ്റഡ്, സോറി, the tool, നമ്മുടെ വർക്ക് പീസ് ക്യാൻ ബി ഫിറ്റഡ് അല്ലേ, ടോട്ടലി ഓൺ ദ ടേബിൾ. ദെൻ വർക്ക് പീസ് വിത്ത് എക്സാക്ട് ലൊക്കേഷൻ മാർക്ക്ഡ് ഓൺ ഇറ്റ് വിത്ത് സെൻറ്റർ പഞ്ച്. നമ്മൾ സെൻറ്റർ പഞ്ച് വെച്ച് മാർക്ക് ചെയ്യും എക്സാക്ട് ലൊക്കേഷൻ എവിടെയാണ് നമുക്ക് പഞ്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡ്രിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സ്പിൻഡിൽ ആക്സിസ് ആൻഡ് സെൻറ്റർ പഞ്ച് ഇൻഡൻറ്റേഷൻസ് ആർ ഇൻ ദ സെയിം ലൈൻ. അതായത് ഈ സ്പിൻഡിൽ ആക്സിസിൻ്റെ ലൈനും നമ്മുടെ ഈ പഞ്ച് ചെയ്തതിൻ്റെ ഇൻഡൻറ്റേഷൻ്റെ ലൈനും സെയിം ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെഷീൻ is started and the drill bit is lowered by rotating the feed handle. ഈ ഫീഡ് ഹാൻഡിൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡ്രില്ല് ബിറ്റ് താഴോട്ടേക്ക് ലോവർ ചെയ്യും. സോ ഡ്രിൽ ബിറ്റ് ടച്ചസ് ദ വർക്ക് ആൻഡ് സ്റ്റാർട്ട് റിമൂവിങ് ദ മെറ്റീരിയൽ. ഇതിൻ്റെ എങ്ങനെയാണ് ഒരു ഡ്രില്ലിംഗ് മെഷീൻ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, എന്തെങ്കിലും മനസ്സിലാവാത്തത്? ഹലോ, മനസ്സിലാവുന്നുണ്ട്? ഓക്കെ. സോ ദ ഹോൾസ് ഓഫ് ദ ഡയമീറ്റർ 1 mm to 15 mm ആണ് നമുക്കൊരു സെൻസിറ്റീവ് ഡ്രില്ലിംഗ് മെഷീനിൽ പൊതുവെ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഹോൾസ് ഓഫ് ഡയമീറ്റർ 1 mm to 15 mm. സോ ദിസ് ഈസ് സെൻസിറ്റീവ് ഡ്രില്ലിംഗ് മെഷീൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് പോർട്ടബിൾ ഡ്രില്ലിംഗ് മെഷീൻ, രണ്ടാമത് പഠിച്ചത് സെൻസിറ്റീവ് ഡ്രില്ലിംഗ് മെഷീൻ. Now let's go to upright drilling machine. Upright. അപ്പം എന്താണ് അപ്രൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സെൻസിറ്റീവ് ഡ്രില്ലിംഗ് മെഷീനെ പോലെ തന്നെ കാണാൻ ഒരുപോലെ, ഏകദേശം ഒരുപോലെ ഇരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഡ്രില്ലിംഗ് മെഷീനാണ് അപ്രൈറ്റ് ഡ്രില്ലിംഗ് മെഷീൻ. ബട്ട് ഇറ്റ് ഈസ് മോസ്റ്റ് ലാർജ് ആൻഡ് മോർ സ്ട്രെഡ്ലി ബിൽഡ്. ഓക്കെ, കുറച്ചുകൂടി ലാർജറാണ്, നമ്മളെ സെൻസിറ്റീവ് ഡ്രില്ലിംഗ് മെഷീനേക്കാളും കുറച്ചുകൂടി ലാർജറാണ്. So the column may be round or a box section. No, ഒരു column round or box section ആണ് column. It can be raised or lowered along the pillar depending upon the height of the job, clamped in the position for rigidity. അപ്പോൾ നമുക്ക് ഇതുണ്ടോ, ഈ സാധാരണ ഉദ്ദേശിച്ച പോലെ തന്നെ ഈ കോളത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാൻ പറ്റും. ഈ ടോട്ടൽ ഈ ക്ലാമ്പ് അല്ലേ, ജോബ് എവിടെയാണോ പൊസിഷൻ ചെയ്തത് ആ സാധനം നമുക്ക് റേസ് ചെയ്യാനും പറ്റും, ലോവർ ചെയ്യാനും പറ്റും. ദ ടേബിൾ ഇൻ കേസ് ക്യാൻ ബി റൊട്ടേറ്റഡ് അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ് ആൻഡ് ക്ലാംപ്ഡ് ഇൻ ദ പൊസിഷൻ. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം വരുന്നത്. ടേബിൾ ഇൻ ദ കേസ് ക്യാൻ ബി റൊട്ടേറ്റഡ്. ഈ ടേബിൾ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും ബൈ ഇറ്റ്സ് ഓൺ ആക്സിസ് ആൻഡ് ക്ലാംപ്ഡ് ഇൻ എ പൊസിഷൻ. നമുക്കൊരു പൊസിഷനിലോട്ട് വെക്കാൻ പറ്റും. The swell of the table about the pillar and the rotation of the table about its center permits easy location of the job under the drill. നമുക്ക് സെൻസിറ്റീവ് ഡ്രില്ലിംഗ് മെഷീനിൽ നിന്നും വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ വെക്കുന്ന ടേബിളില്ലേ, ടേബിൾ അഥവാ നമ്മൾ എവിടെയാണോ വർക്ക് പീസ് വെക്കുന്നത് ആ വർക്ക് പീസ് വെക്കുന്ന സ്ഥലം കൂടി നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് നമുക്കൊരു പൊസിഷനിലോട്ട് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് കറക്റ്റ്ലി. വളരെ കറക്റ്റായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അല്ലേ. നമുക്ക് ഒരു വർക്ക് പീസ് ഒരു ടേബിളിൽ വെക്കുന്നു, അതിനെ ഡ്രില്ല് ചെയ്യുന്നു. നമ്മൾ അടുത്ത പൊസിഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ വർക്ക് പീസിന് ചെറുങ്ങനെ മാറ്റുന്നു, ആ ലൊക്കേഷൻ പഞ്ച് ചെയ്യുന്നു, അവിടെ ഡ്രില്ല് ചെയ്യുന്നു. അങ്ങനെയാണ് സെൻസിറ്റീവ് ഡ്രില്ലിംഗ് മെഷീൻ വർക്ക് ചെയ്യുന്നത്. അപ്രൈറ്റ് ഡ്രില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നത് നമ്മളൊരു ടേബിളിൽ ഡ്രില്ലിംഗ്, അതായത് ഡ്രില്ലിംഗ് മെഷീനിൽ, അപ്രൈറ്റ് ഡ്രില്ലിംഗ് മെഷീൻ്റെ ടേബിളിൽ നമ്മൾ വർക്ക് പീസ് വെക്കുന്നു.
എനിവേ നമ്മൾ ഇൻഡൻറ്റേഷനൊക്കെ ചെയ്തിട്ടുണ്ടാവും ഇവിടെയൊക്കെയാണ് ഡ്രിൽ ചെയ്യേണ്ടത്. സോ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ടേബിള് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഈ ടേബിൾ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ പൊസിഷൻ, ഡ്രിൽ ചെയ്യുന്ന പൊസിഷൻ കുറച്ചുകൂടി ലൊക്കേറ്റ് ചെയ്ത് സിമ്പിളായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പം ഓരോ ഡ്രില്ലിംഗ് മെഷീനും അതിനനുസരിച്ചിട്ടുള്ള എന്താ പറയുക ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതാണ് ഓരോന്നിനും ഞാൻ പറയുന്നത്. പർട്ടിക്കുലർലി ഇപ്പം ഒരു ഡ്രില്ലിംഗ് മെഷീൻ പൊതുവെ ചോദിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഡ്രില്ലിംഗ് മെഷീൻ അല്ലെങ്കിൽ നെയിം ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡ്രില്ലിംഗ് മെഷീൻ ആൻഡ് എക്സ്പ്ലെയിൻ എനി ടു എന്നുള്ള രീതിയിലാണ് പറയുക. അല്ലെങ്കിൽ കറക്റ്റായിട്ട് ചോദിക്കും അപ്രൈറ്റ് ഡ്രില്ലിംഗ് മെഷീൻ എന്താണ്, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യാന്നൊക്കെ പറയും. അപ്പം എനിവേ ഏതൊരു ഡ്രില്ലിംഗ് മെഷീൻ ആയിക്കഴിഞ്ഞാലും അതിൻ്റെ പാർട്സും ആ പാർട്സിൻ്റെ ഫങ്ഷനും വിത്ത് അതിൻ്റെ സ്പെഷ്യാലിറ്റീസും അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഞാനിപ്പോൾ പറഞ്ഞ സെൻസിറ്റീവ് ഡ്രില്ലിംഗ് മെഷീൻ ആയാലും അപ്രൈറ്റ് ഡ്രില്ലിംഗ് മെഷീൻ ആയാലും ഇനി പറയാൻ പോകുന്ന റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻ ആയാലും വർക്കിംഗ് ഒക്കെ ഏകദേശം ഒരുപോലെയാണ്. അതിൻ്റെ ഫീച്ചേഴ്സ് അനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെന്നേ ഉള്ളൂ. അതായത് ലൈക്ക് വൈസ് ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ സെൻസിറ്റീവ് ഡ്രില്ലിംഗ് മെഷീനും അപ്രൈറ്റ് ഡ്രില്ലിംഗ് മെഷീനും വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മൾ ടേബിളിൽ വർക്ക് പീസ് കൊണ്ടുവയ്ക്കുന്നു, ഈ ഫീഡ് ഹാൻഡിൽ വെച്ചിട്ട് നമ്മൾ ലോവർ ചെയ്യുന്നു, ഡ്രില്ല് ചെയ്യുന്നു. ദാറ്റ് ഈസ് അത് ഒരു ബേസിക് പ്രിൻസിപ്പിളാണ്. അപ്പം സാധാരണ ഒരു പാർട്സിനെ പറ്റി ചോദിക്കുന്നതാണെങ്കിൽ മോസ്റ്റ്ലി എല്ലാം ഒരേ പാർട്സ് ആണ് അല്ലെ. ഒരു ബേസ് ഉണ്ട്, ഒരു കോളം ഉണ്ട്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ഈസ് ദാറ്റ് ഈ കോളം മേ ബി റൗണ്ട് ഓർ ബോക്സ് ഇൻ ഷേപ്പ്, അതല്ല അതുപോലെ തന്നെ അല്ലെ. പില്ലേഴ്സ് ഒക്കെ ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്, ഹാൻഡ് ഉണ്ട്, വീലുണ്ട്, ഡ്രൈവിങ്ങിൻ്റെ വ്യത്യാസം ഉണ്ടാവും. ബട്ട് ദ ഡിഫറൻസ് ഈസ് ദാറ്റ് ഹിയർ ടേബിൾ എന്ന് പറയുന്നത് ഒരു സർക്കുലർ ടേബിൾ ആണ്. സോ ദാറ്റ് ഈ ടേബിൾ ഇപ്പം സർക്കുലർ ആയിക്കോട്ടെ, ഈ ടേബിളിന് റൊട്ടേഷൻ ഉണ്ട്, എക്സ്ട്രാ റൊട്ടേഷൻ ഉണ്ട് എബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ് ആൻഡ് ക്ലാമ്പ് ഇൻ പൊസിഷൻ. നമുക്കൊരു പൊസിഷനിൽ ക്ലാമ്പ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് ദ മെയിൻ ഡിഫറൻസ്. സോ ദാറ്റ് ദ സ്വെൽ ഓഫ് ദ ടേബിൾ എബൌട്ട് ദ പില്ലർ ആൻഡ് ദ റൊട്ടേഷൻ ഓഫ് ദ ടേബിളും അതിൻ്റെ ഒരു സ്വെല്ലും നമുക്ക് എന്ത് ചെയ്യുന്നു, ഈസി ലൊക്കേഷൻ ഓഫ് ദ ജോബ്. നമുക്ക് എവിടെയാണോ ഡ്രില്ല് ചെയ്യേണ്ടത് അവിടെ ആ ഒരു ലൊക്കേഷൻ ഈസിലി നമുക്ക് അസസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഡിഫറൻസ്. So it is similar in design to sensitive type as I told, but it is larger and more steadily built. So difference മനസ്സിലായല്ലോ. This is the third one, upright drilling machine. Now radial drilling machine. എന്താണ് റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻ? ഞാൻ ഈ ഫിഗർ വെച്ച് പറഞ്ഞുതരാം എന്താണ് റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻ എന്നുള്ളത്. നിങ്ങൾക്ക് ഫിഗർ കാണാൻ പറ്റുന്നുണ്ടല്ലോ റൈറ്റ് സൈഡിൽ. There is a base, ഒരു ടേബിൾ ഉണ്ട്, ഒരു കോളം ഉണ്ട്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, വി ഡു ഹാവ് എ റേഡിയൽ ആം. ഓക്കെ, റേഡിയൽ ആം ഉണ്ട്. ഈ കോളത്തിൻ്റെ മേലെയുള്ള മൂവ്മെൻറ്റിലെ കോളത്തിലൂടെ ഈ നമ്മുടെ ടോട്ടൽ ഡ്രില്ലിനെ മേലോട്ടും താഴോട്ടും ചെയ്യുക എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടോ നോക്കുക. ഈ ഫിഗറും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? ഇവിടെയൊക്കെ എന്തായിരുന്നു, സെൻസിറ്റീവ് ആയാലും അല്ലെങ്കിൽ ഈ അപ്രൈറ്റ് ആയാലും ഈ കോളത്തിന് മേലെ എന്താണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്? ടേബിൾ ആണ്. സോ ദാറ്റ് വി ക്യാൻ മൂവ് ദ ടേബിൾ അല്ലെ. കോളത്തിന് മേലോട്ടും താഴോട്ടും റേസ് ചെയ്യാനും ലോവർ ചെയ്യാനും നമ്മൾ ടേബിൾ ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദ ഡ്രിൽ ഫീഡ് ഹാൻഡിലാണ് നമ്മൾ ഡ്രിൽ ചെയ്യാൻ ജസ്റ്റ് അല്ലെ. എവിടെയാണോ നമ്മൾ ടേബിൾ എവിടെയാണോ പൊസിഷൻ അവിടെ പൊസിഷൻ കൊണ്ടുവയ്ക്കും, ദെൻ വി വിൽ ഡ്രിൽ. അങ്ങനെ ആയിരുന്നില്ലേ വർക്ക് ചെയ്യുന്നത്? രണ്ടായാലും അപ്രൈറ്റ് ആയാലും സെൻസിറ്റീവ് ആയാലും അല്ലെ. അതെ. അപ്പൊ ഇവിടെ ഡിഫറൻസ് നിങ്ങൾ നോക്കിയോ. ഒരു എലിവേറ്റിംഗ് സ്ക്രൂ ഉണ്ട്, കോളം ഉണ്ട്. നമുക്ക് നമ്മുടെ കയ്യിൽ ഇപ്പൊ ടേബിൾ ഉണ്ട്, ടേബിൾ ബേസിൽ ഫിക്സ്ഡ് ആണ് അല്ലെ. വാട്ട് വി ക്യാൻ മൂവ് ഇസ് ദാറ്റ് ടോട്ടൽ ആം. ആ ആം മൊത്തമായിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സ്പിൻഡില് അതായത് റൊട്ടേറ്റ് ചെയ്യുന്ന നമ്മുടെ വർക്ക് പീസ് അതായത് ടൂളിനെ മൊത്തമായിട്ട് മൂവ് ചെയ്യിക്കാൻ പറ്റും, ആ ടോട്ടൽ ആമിനെ. അതിനാണ് നമ്മൾ റേഡിയൽ ആം എന്ന് പറയുന്നത്. ഓക്കെ, യു ക്യാൻ സീ ദാറ്റ് യു ഹാവ് എ ബേസ്, യു ഹാവ് എ ടേബിൾ, ഒരു കോളം ഉണ്ട്. ആ കോളത്തിൽ മേലോട്ടും താഴോട്ടും റേസ് ചെയ്യാനും ലോവർ ചെയ്യാനും ഉള്ള ഒരു ആം ഉണ്ട് അല്ലേ. റേഡിയൽ ആം എന്ന് വിളിക്കും. ഇൻ റേഡിയൽ ആം എന്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട്, നമുക്ക് സ്പിൻഡിൽ ഉണ്ട്, ഡ്രിൽ അതായത് ഡ്രിൽ ഹെഡ് ദെൻ സ്പിൻഡിൽ ആൻഡ് ദെൻ ഡ്രിൽ. ഓക്കെ, അതാണ് സെറ്റപ്പ്. ഇനി എലിവേറ്റിംഗ് സ്ക്രൂവിന് സെപ്പറേറ്റ് ആയിട്ടൊരു മോട്ടോറുണ്ട്, സ്പിൻഡിൽ കറങ്ങാൻ സെപ്പറേറ്റ് ആയിട്ടൊരു മോട്ടോറുണ്ട്. ഓക്കെ, സെറ്റപ്പ് ക്ലിയർ അല്ലേ?
യെസ് സർ. ഓക്കെ, ഈ സെറ്റപ്പിൻ്റെ കറക്റ്റുള്ള ഫിഗറാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ബേസ് ഉണ്ട്, ടേബിൾ ഉണ്ട് കേട്ടോ. ബേസിൻ്റെ മേലെ ടേബിൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. വി ഹാവ് ദ പൊസിഷൻ, ഈ കോളം ഉണ്ട് അല്ലേ. കോളത്തിൽ നിന്ന് ഈ ടോട്ടൽ റേഡിയൽ ആം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു ഡ്രിൽ ഹെഡ് ഉണ്ട് അല്ലേ, ആം റേസിങ് ആൻഡ് ലോവറിങ് ഉണ്ട്. ഓക്കെ, ഈ ആം റേസ് ആൻഡ് ലോവർ ലിവർ എന്ന് പറയുന്നത് വേറെയാണ്. അതായത് നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മതി, റേഡിയൽ ഈ ഒരു മൂവ്മെന്റ് കണ്ടോ, ഈ ഒരു മൂവ്മെന്റ് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് ആണ് അല്ലേ, റേസിങ് ആൻഡ് ലോവറിങ് മൂവ്മെന്റ് ആണ്. ഈ റേഡിയൽ ആമിനെ റൊട്ടേറ്റ് ചെയ്യാൻ, അതായത് ജസ്റ്റ് സ്വെല്ല് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അത് കൂടാതെ ഈ റേഡിയൽ ആമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എന്ത് മൂവ് ചെയ്യാൻ പറ്റും, ടോട്ടൽ ഡ്രില്ല് ഹെഡ് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ മൂവ്മെന്റ് മനസ്സിലാവുന്നുണ്ടല്ലോ. റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണ് പറയുന്നത്, വിത്ത് കമ്പാരിസൺ ടു എനി അതർ ഡ്രില്ലിംഗ് മെഷീൻ, റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാര്യം മനസ്സിലാവുന്നില്ലേ? ഈ സെറ്റപ്പ് മനസ്സിലായിട്ടില്ലേ? ഷുവർ അല്ലേ? അപ്പൊ ഞാൻ ഇതിന്റെ എക്സ്പ്ലനേഷനിലോട്ട് പോവാം. ഓക്കെ, എങ്ങനെയാണ് സാധാരണ വർക്കിംഗ് ഒക്കെ, സാധാരണ മെയിൻ യൂഷ്വൽ വർക്കിംഗ് തന്നെയാണ്. അതായത് നമ്മളൊരു പവർ കൊടുക്കുന്നു അല്ലെ, ഒരു മോട്ടോർ വഴി മെക്കാനിസം വരുന്നു, അതായത് മെക്കനൈസ് ചെയ്യുന്നു, ഡ്രില്ല് നമ്മളൊരു വർക്ക് പീസ് ഹോൾഡ് ചെയ്യുന്നു. ഇവിടെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെയിം വേ ഫീഡ് ഹാൻഡിൽ വീല് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത്. നമുക്ക് ലൊക്കേഷൻ, അതായത് ലൊക്കേറ്റിംഗ് ചെയ്യുന്നത് പൊതുവെ ടേബിളിൽ നമ്മൾ ഓൾറെഡി ഇൻഡന്റേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിന് കറക്റ്റായിട്ട് നമ്മൾ സ്പിൻഡിൽ കൊണ്ടുവയ്ക്കുന്നു എന്നുള്ളത് മാത്രമേ വ്യത്യാസമുള്ളൂ. സോ സീ ദിസ്, ദ ആം ക്യാൻ ബി മൂവ്ഡ് അപ്പ് ആൻഡ് ഡൗൺ അല്ലെ, ആം ക്യാൻ ബി മൂവ്ഡ് അപ്പ് ആൻഡ് ഡൗൺ അല്ലെ, കോളത്തിനനുസരിച്ച് ആം മൂവ് ചെയ്യാൻ പറ്റും. ദ ആം ക്യാൻ ബി മൂവ്ഡ് അപ്പ് ആൻഡ് ഡൗൺ ദ കോളം ആൻഡ് സ്വെൽഡ് അബൌട്ട് ദ കോളം ആൻഡ് ഡ്രിൽ ഹെഡ് ഓൾസോ ക്യാൻ ബി മൂവ്ഡ് അലോങ് ദ റേഡിയൽ ആം അല്ലേ. ഇതിന് ഇങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള കഴിവുണ്ട്, ഇതിന് ഇങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനുള്ള കഴിവുണ്ട്. ദെൻ ദ റേഡിയൽ ആം ഓൾസോ ഹാവ് എ സ്വെല്ലിംഗ് അല്ലേ, സ്വെല്ലിംഗ് അബൌട്ട് ദ കോളം. സോ ഇത്രയും മൂവ്മെന്റ് ഉണ്ട്. ദ മോഷൻ ഓഫ് ദ ഹെഡ് അലോങ് ദ ഡ്രിൽ സ്പിൻഡിൽ പെർമിറ്റ്സ് പൊസിഷനിങ് ഓഫ് ദ ഹോൾ ഇൻ എ സർക്കിൾ with a radius almost as large as length of the radial arm, so that it is called radial drilling machine. അതായത് ഈ ഹെഡിൻ്റെ മോഷൻ, അതായത് മോഷൻ ഓഫ് ദ ഹെഡ് എലോങ് വിത്ത് റേഡിയൽ സ്പിൻഡിൽ അല്ലെ, ഡ്രിൽ സ്പിൻഡിൽ, അതായത് നമ്മളെ ഹെഡ് എലോങ് വിത്ത് ഡ്രിൽ സ്പിൻഡിലിനെ എന്ത് ചെയ്യാൻ പറ്റും, പൊസിഷനിങ് ഓഫ് ഹോൾസ് ഇൻ എ സർക്കിൾ, ഒരു സർക്കിൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വിത്ത് എ റേഡിയസ് ഓൾമോസ്റ്റ് ആസ് ലാർജ് ആസ് ലെങ്ത് ഓഫ് ദ റേഡിയൽ ആം, റേഡിയൽ ആമിൻ്റെ തന്നെ ലെങ്ത് ഉള്ള, ആസ് ലാർജ് ആസ് റേഡിയൽ ആമിൻ്റെ ലെങ്ത് ഉള്ള ഒരു സർക്കിളിൽ നമുക്ക് ടോട്ടൽ ഫുൾ ഹോൾസ് പൊസിഷനിങ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് നമ്മളെ അതിനെ റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻ എന്ന് വിളിക്കുന്നത്. സോ റൊട്ടേറ്റിംഗ് സ്പിൻഡിൽ ക്യാൻ ബി മൂവ്ഡ് അപ്പ് ആൻഡ് ഡൗൺ റിലേറ്റീവ് ടു ദ ആം ത്രൂ ദ ഫീഡ് മെക്കാനിസം. റൊട്ടേറ്റിംഗ് സ്പിൻഡിൽ, അതായത് ഈ റൊട്ടേറ്റിംഗ് സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലെ, ക്യാൻ ബി മൂവ്ഡ് അപ്പ് ആൻഡ് ഡൗൺ റിലേറ്റീവ് ടു ദ ആം ത്രൂ ദ ഫീഡ് മെക്കാനിസം. Radial drilling machines are convenient for heavy jobs and which cannot be moved around easily and for drilling a number of holes in a job. അല്ലെ, ഒരു റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹെവി ജോബ്സിൽ ഡ്രിൽ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഈ ടോട്ടൽ മെഷീൻസ് വളരെ കൺവീനിയൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്, അതായത് റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻ എന്ന് പറയുന്ന മെഷീന് വളരെ കൺവീനിയൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി ജോബ്സിന് വേണ്ടിയാണ്. സോ ദാറ്റ് വിച്ച് കനോട്ട് ബി മൂവ്ഡ് അല്ലെ, ഈ ഹെവി ജോബ്സ് അധികം മൂവ് ചെയ്യാൻ പറ്റാത്ത ജോബ്സും കാര്യങ്ങളും, അല്ലെങ്കിൽ ഈ ടോട്ടൽ റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻ തന്നെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല അധികം. സോ ഈ ജോബ്സ്, ഈ ഹെവി ജോബ്സിൽ നമ്മൾ കുറേ നമ്പർ ഓഫ് ഡ്രിൽസ് കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ റേഡിയൽ ഡ്രില്ലിംഗ് മെഷീനാണ് ഉപയോഗിക്കുന്നത്. പവർ ഫീഡിങ് ഈസ് ഓൾസോ അവൈലബിൾ ഇൻ റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻ. ഓക്കെ, പവർ ഫീഡിങ്ങും നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഫീഡിങ് നമ്മൾ പൊതുവേ നമ്മൾ ചെയ്യുമ്പം ഫീഡിങ് ചെയ്യുന്നത് ഫീഡിങ് വിത്ത് എ ഹാൻഡിൽ വീലാണ്. ആ ഹാൻഡ് വീല് നമ്മൾ തിരിച്ചാണ് നമ്മൾ ഡ്രില്ല് ചെയ്യുന്നത്. സോ ഹോൾസ് അപ് ടു 7.5 സെൻറ്റിമീറ്റർ ക്യാൻ ബി ഡൺ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ റേഡിയൽ ഡ്രില്ലിംഗ് മെഷീനുമായിട്ട്?
സിമ്പിൾ അല്ലേ? റേഡിയൽ ഡ്രില്ലിംഗ് മെഷീനും സെൻസിറ്റീവ് ഡ്രില്ലിംഗ് മെഷീനും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ അറിഞ്ഞിരിക്കണം. റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻ ആൻഡ് സെൻസിറ്റീവ് ഡ്രില്ലിംഗ് മെഷീൻ ഡിഫറൻസ് വിത്ത് ഫിഗർ. ഓക്കെ, ഫിഗർ വരച്ച് പഠിക്കണം, വിത്ത് ഫിഗർ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇസ് ദാറ്റ് ഓക്കെ? Yes, sir. Yes, sir. Yes, sir. അടുത്തത് ഗാങ് ഡ്രില്ലിംഗ് മെഷീൻ. ഗാങ് പേരിലുള്ളത് പോലെ തന്നെ അല്ലേ, ഗാങ് ആയിട്ട്. എ ഗാങ് ഡ്രില്ലിംഗ് മെഷീൻ ഹാസ് നമ്പർ ഓഫ് ഡ്രിൽ ഹെഡ്. കുറേ നമ്പർ ഓഫ് ഡ്രിൽ ഹെഡ് ഉണ്ടാവും. ഫിഗർ കാണാൻ പറ്റുന്നുണ്ടോ റൈറ്റ് സൈഡിൽ? ഡ്രിൽ ഹെഡ്സ് കുറേ ഉണ്ട്, 3 ഡ്രിൽ ഹെഡ് ഉണ്ടല്ലേ റൈറ്റ് സൈഡിലുള്ള ഫിഗറിൽ. നമ്പർ ഓഫ് ഡ്രിൽ ഹെഡ്സ് അറേഞ്ച് ചെയ്തത് ഒരു കോമൺ ബേസ് ടേബിളുമായിട്ട് തന്നെ, ഒറ്റ കോമൺ ബേസ് ടേബിളിൽ കുറേ ഡ്രിൽ ഹെഡ് ഉള്ളതിനെയാണ് നമ്മൾ ഗാങ് ഡ്രില്ലിംഗ് മെഷീൻ എന്ന് വിളിക്കുന്നത്. ഈച്ച് ഡ്രിൽ ഹെഡ് ഹാസ് ഇറ്റ്സ് ഓൺ പവർ യൂണിറ്റ്. ഓരോ ഡ്രിൽ ഹെഡിനും ഓരോ ഡിഫറെൻ്റ്, അതായത് ഒറ്റ പവർ യൂണിറ്റ് അല്ല, എല്ലാത്തിനും സെപ്പറേറ്റ് പവർ യൂണിറ്റ് ഉണ്ട്. ആൻഡ് ക്യാരീസ് എ ടൂൾ ടു പെർഫോം ആൻ ഓപ്പറേഷൻ ഓൺ എ ജോബ് ഇൻ എ സീക്വൻസ്. ഒരൊറ്റ സീക്വൻസിൽ ജോബ്. അപ്പം നിങ്ങൾ ഇപ്പോൾ ഡ്രില്ലിങ്ങിൽ തന്നെ പല ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പം ഒരു ഓപ്പറേഷൻ ആദ്യത്തെ മെഷീനിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ ഹോൾ ചെയ്തു എന്ന് വിചാരിച്ചോ, അടുത്തത് ഈക്വൽ ഡിസ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അല്ലേ മാറ്റി 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 വെച്ചിട്ട് രണ്ട് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ 3 ഓപ്പറേഷൻസ് ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റും. സോ ഡ്രിൽ ഹെഡ്സ് 3 ഉണ്ട്. ഒറ്റ കോമൺ ബേസ് ആണ്. ഒറ്റ കോമൺ ബേസ് ആണെങ്കിലും ഒരൊറ്റ പവർ യൂണിറ്റ് അല്ല, എല്ലാത്തിനും സെപ്പറേറ്റ് പവർ യൂണിറ്റ് ആണ്. The spindle may be set up with drills of different diameter on other tools as required. നമുക്ക് സ്പിൻഡിൽ സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന ഓരോ ഡ്രിൽ ഹെഡിലും ഡിഫറെൻറ്റ് ഡയമീറ്റർ ഓഫ് ദ ഉള്ള ഡ്രില്ല് വെച്ചിട്ട് നമുക്ക് ഡ്രിൽ ചെയ്യാൻ പറ്റും. ജോബ് ഈസ് മൂവ്ഡ് ഫ്രം വൺ സ്പിൻഡിൽ ടു അതർ സ്പിൻഡിൽ ഫോർ പെർഫോമിങ് വേരിയസ് ഓപ്പറേഷൻ. പല വേരിയസ് ഓപ്പറേഷൻസ് ചെയ്യുന്നത് നമ്മൾ ഒരു ടേബിളിൽ നിന്നും അടുത്ത ടേബിളിലോട്ട് അല്ലേ മാറ്റാൻ സാധിക്കും. സോ ഡിസൈൻഡ് ഫോർ മാസ് പ്രൊഡക്ഷൻ. ഓക്കെ, ഇപ്പം ഗാങ് ഡ്രില്ലിംഗ് മെഷീനും ഒരു സ്പെഷ്യാലിറ്റി ആയി അല്ലേ? ഗാങ് ഡ്രില്ലിംഗ് മെഷീൻ ആയിക്കോട്ടെ, റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻ ആയിക്കോട്ടെ, അപ്രൈറ്റ് ഡ്രില്ലിംഗ് മെഷീൻ ആയിക്കോട്ടെ, സെൻസിറ്റീവ് ഡ്രില്ലിംഗ് മെഷീൻ ആയിക്കോട്ടെ, ഇല്ലെ പോർട്ടബിൾ ഡ്രില്ലിംഗ് മെഷീൻ ആയിക്കോട്ടെ, എല്ലാത്തിലും ഓരോരോ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പാർട്ട് ഉണ്ട് അല്ലേ? ഇത് മനസ്സിലാവുന്നില്ലേ ഡിഫറൻസ്? ഓരോന്ന് പഠിക്കുമ്പോഴും അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കുക, അതിൻ്റെ സെറ്റപ്പ് മനസ്സിലാക്കുക, അതിനനുസരിച്ച് എഴുതാൻ പറ്റണം. Is it okay? Yes, sir. Yes. ഇനി മൾട്ടി സ്പിൻഡിൽ ഡ്രില്ലിംഗ് മെഷീൻ. ഓക്കെ, എന്താണ് ഗാങ് ഡ്രില്ലിംഗ് മെഷീനും മൾട്ടി സ്പിൻഡിൽ ഡ്രില്ലിംഗ് മെഷീനും തമ്മിലുള്ള വ്യത്യാസം? ഗാങ് ഡ്രില്ലിംഗ് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 ഹെഡ്സ് ഉണ്ടാവും അല്ലെ? മൾട്ടിപ്പിൾ സ്പിൻഡിൽ മെഷീൻസിൽ അങ്ങനെയല്ല. മൾട്ടിപ്പിൾ സ്പിൻഡിൽ ഡ്രില്ലിംഗ് മെഷീൻസ് വിത്ത് 2 or more സ്പിൻഡിൽസ് ഡ്രിവൺ ബൈ എ കോമൺ ഹെഡ്. ഒരൊറ്റ കോമൺ ഹെഡിലാണ്. ഇവിടെ ഒരൊറ്റ കോമൺ ഹെഡ് അല്ല. മനസ്സിലാവുന്നുണ്ടല്ലോ ഡിഫറൻസ്? ഈച്ച് ഡ്രിൽ ഹെഡ് 3, അതായത് ഇപ്പോൾ 3 ആണെങ്കിൽ 3 ഡ്രിൽ ഹെഡ് ഉണ്ടാവും, 3 സെപ്പറേറ്റ് യൂണിറ്റ് ഉണ്ടാവും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു കോമൺ ഡ്രിൽ ഹെഡ് ഉണ്ട്. ഹെഡ് കോമൺ ആണ് വിത്ത് 2 or more സ്പിൻഡിൽസ്. 2 അതിലധികമോ സ്പിൻഡിൽസ് ഉണ്ട്. ഓക്കെ, the machines are used for drilling number of holes simultaneously in a workpiece. ഒരൊറ്റ വർക്ക് പീസ് തന്നെ simultaneously യൂസ് ചെയ്യാനാണ് നമ്മൾ ഈ മെഷീൻ ഉപയോഗിക്കുന്നത്. ആൻഡ് മൾട്ടി സ്പിൻഡിൽ മെഷീൻസ് ആർ ഹൈ പ്രൊഡക്ഷൻ റേറ്റ് മെഷീൻസ്. അതായത് പെട്ടെന്ന് നമുക്ക് ഡ്രില്ല് ചെയ്യാം. പ്രൊഡക്ഷൻ റേറ്റ് എത്ര സ്പീഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഹൈ പ്രൊഡക്ഷൻ റേറ്റ് തരുന്ന വൺ ടൈപ്പ് ഓഫ് മെഷീനാണ് മൾട്ടി സ്പിൻഡിൽ ഡ്രില്ലിംഗ് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. These multi-spindle drilling machines built as specific jobs with their spindle fixed in a specific position. അതായത് ഒരു സ്പെസിഫിക് ജോബ് വിത്ത് സ്പിൻഡിൽസ് വിത്ത് സ്പെസിഫിക് പൊസിഷൻ. ഒരൊറ്റ പൊസിഷനിലോ അല്ലെങ്കിൽ നമുക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള പൊസിഷൻസ് ഉണ്ടാവും. അങ്ങനെ അനുസരിച്ചിട്ട് നമുക്ക് ആ ജോബിനെ ഡ്രില്ല് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്കൊരു ഹോൾസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. Or as general purpose machines in which relative distance between the spindles can be changed within a range. നമുക്ക് ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ നമുക്ക് ഈ റിലേറ്റീവ് ഡിസ്റ്റൻസ് ഓഫ് ദ സ്പിൻഡിൽസ് ക്യാൻ ബി വേരിയഡ്. ഓക്കെ, ഈ മൾട്ടി സ്പിൻഡിൽ ഡ്രില്ലിംഗ് മെഷീനും ഈ ഇപ്പം പറഞ്ഞ ഗാങ് ഡ്രില്ലിംഗ് മെഷീനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായ?
ഹലോ, പോയോ? യെസ് സർ. അല്ല, മനസ്സിലാവുന്നില്ലേ മൾട്ടി സ്പിൻഡിൽ ഡ്രില്ലിംഗ് മെഷീനും ഗ്യാങ് ഡ്രില്ലിംഗ് മെഷീനും തമ്മിലുള്ള വ്യത്യാസം? ഓക്കെ. ഇനി ഒരു സാധാരണ ഓട്ടോമാറ്റിക് ഡ്രില്ലിംഗ് മെഷീനാണ്. ഓട്ടോമാറ്റിക് ഡ്രില്ലിംഗ് മെഷീൻസ് ആർ ഹൈ പെർഫോമൻസ് ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഓട്ടോമേഷൻ എന്ന് പറഞ്ഞ രീതിയിൽ ഡ്രില്ലിംഗ് മെഷീനെ കൊണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് ഡ്രില്ലിംഗ് മെഷീനെയാണ് നമ്മൾ ഓട്ടോമാറ്റിക് ഡ്രില്ലിംഗ് മെഷീൻസ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ ഹൈ പെർഫോമൻസ് ഓട്ടോമാറ്റിക് മെഷീൻസ് ഡിസൈൻഡ് ഫോർ വെറൈറ്റി ഓഫ് ഓപ്പറേഷൻ ബീയിങ് ഡൺ ഓൺ എ വർക്ക് പീസ്. ഒരൊറ്റ വർക്ക് പീസിൽ ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മെഷീനെയാണ് ഓട്ടോമാറ്റിക് ഡ്രില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നത്. എ നമ്പർ ഓഫ് മെഷീൻസ് ആർ അറേഞ്ച്ഡ് ഇൻ എ സീരീസ്. കുറേ നമ്പർ ഓഫ് മെഷീൻസ് ഒരു സീരീസ് ആയിട്ട് അറേഞ്ച് ചെയ്യും ടു പെർഫോം വെറൈറ്റി ഓഫ് ഡിഫറെൻറ്റ് ഓപ്പറേഷൻ ഓൺ എ വർക്ക് പീസ് അറ്റ് സക്സസീവ് വർക്ക് സ്റ്റേഷൻ. ഒരൊറ്റ വർക്ക് സ്റ്റേഷനിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻസ് ഒരൊറ്റ സിംഗിൾ വർക്ക് പീസിൽ ചെയ്യാൻ ഉപയോഗിക്കാം. നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഡ്രിൽ ചെയ്യാൻ പറ്റും. ആഫ്റ്റർ വൺ ഓപ്പറേഷൻ ഈസ് കംപ്ലീറ്റഡ് അറ്റ് വൺ വർക്ക് സ്റ്റേഷൻ, ദ പീസ് ഈസ് ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫർ ടു ദ നെക്സ്റ്റ് സ്റ്റേഷൻ. ഒരു സ്റ്റേഷനിൽ നിന്ന് അടുത്ത സ്റ്റേഷനിലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വർക്ക് പീസ് മൂവ് ചെയ്യാൻ പറ്റും. ആൻഡ് ടററ്റ് ടൈപ്പ് എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, സ്റ്റേഷൻസ് ആർ സെറ്റപ്പ് വിത്ത് വെറൈറ്റി ഓഫ് ടൂൾസ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ ടേബിൾ, ഈ ഫിഗർ കാണാൻ പറ്റും, ബേസ് ഉണ്ട്, കോളം ഉണ്ട്. കോളത്തിന് നമുക്ക് എന്ത് മൂവ്മെൻ്റ് ഉണ്ട്? ടേബിളിന് മൂവ്മെൻ്റ് ഉണ്ട്. ടേബിളിന് അക്രോസ് മൂവ്മെൻറ്റും ഉണ്ട്, ക്രോസ് ആയിട്ടുള്ള മൂവ്മെൻറ്റും ഉണ്ട്. കാണുന്നില്ലേ? ഫിഗറിൽ കാണുന്നില്ലേ? ഈ ടേബിളിന് മേലോട്ടും താഴോട്ടും പോകാനും പറ്റും. ചെറിയ ഒരു ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് മൂവ്മെൻറ്റ്സും ഉണ്ട്. എന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നേരത്തെ വരുന്ന ഒരു ഹെഡുള്ളത് നമ്മൾ ഒറ്റ സ്പിൻഡിൽ നമുക്കൊരു ഡ്രില്ല് നമുക്ക്, അതായത് ഏത് ടൈപ്പ് ഓഫ് ഡ്രില്ലാണോ ആ ഡ്രില്ല് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും അല്ലേ? ഇതിൽ അങ്ങനെയല്ല. ടററ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെറൈറ്റി ഓഫ് ടൂൾസ്, അപ്പോൾ ഒരു 6 to 4 ടൂൾസ് വേണമെന്ന് വിചാരിക്കും, 4 to 6 ടൂൾസ് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും അറ്റ് എ ടൈം. എന്നിട്ട് നമുക്ക് ഈ ടററ്റ് തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച്, ഇപ്പോൾ ആദ്യം ഒരു 1 mm ഉള്ള 1 mm ഹോളാണ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഡ്രിൽ ബിറ്റ് ഉണ്ടാവും. രണ്ടാമത്തത് ടററ്റ് തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ടൂൾ, അതിനേക്കാളും വലിയ ടൂള് ഫിക്സ് ചെയ്യാൻ പറ്റും. അങ്ങനെ. സോ ടൈപ്പ് ഓഫ് ഡ്രില്ലിംഗ് മെഷീൻസ് ലൈക്ക് ദാറ്റ്. സോ ന്യൂമറിക്കലി കൺട്രോൾ ഈസ് അവൈലബിൾ അല്ലേ? ഈ ഒരു വ്യത്യാസം മനസ്സിലായില്ലേ? ടററ്റ് എന്ന് പറയുന്ന സാധനം എന്താണെന്നുള്ളത്. ടറന്റ് അല്ല, ടററ്റാണ്. ടററ്റ് TURRET ആണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ഓക്കെ, ഓട്ടോമാറ്റിക് ഡ്രില്ലിംഗ് മെഷീൻ ആൻഡ് ടററ്റ് ഡ്രില്ലിംഗ് മെഷീൻ. ഓക്കെ, ഓക്കെ അല്ലേ? യെസ്. ഇനി ഈ ഒരു കാര്യം കൂടിയേ ഉള്ളൂ, ഡീപ്പ് ഹോൾ ഡ്രില്ലിംഗ് എന്ന് പറയുന്നത്. എന്താണ് ഡീപ്പ് ഹോൾ ഡ്രില്ലിംഗ്? These machines are used for drilling holes whose depth exceeds normal drilling size. These machines are operated at high speed and lower feed. ഇതാണ് അതിൻ്റെ പ്രത്യേകത. ഇപ്പം നമ്മൾ ഉപയോഗിച്ച സാധാരണ ഒരു ഡ്രില്ലിംഗ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡ്രില്ലിംഗ് മെഷീൻസ് ഒക്കെ കഴിഞ്ഞാലും, നമുക്ക് ഒരു നോർമൽ ഡ്രിൽ സൈസിന് എക്സീഡ് ചെയ്യുന്ന ഒരു ഡ്രിൽ ഹോൾ വേണമെന്ന് വിചാരിക്കുക. ദാറ്റ് വി വിൽ കോൾ ആസ് ഡീപ്പ് ഹോൾ. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഡീപ്പ് ഹോൾ ഡ്രില്ലിംഗ് എന്ന് പറയുന്നത്. ആ ഒരു മെഷീൻ നമ്മൾ ഉപയോഗിക്കുന്നതിനാണ് ഡീപ്പ് ഹോൾ ഡ്രില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ദീസ് മെഷീൻസ് ആർ ഓപ്പറേറ്റഡ് അറ്റ് ഹൈ സ്പീഡ് ആൻഡ് ലോ ഫീഡ്. വളരെ ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സ്പിൻഡിൽ വിത്ത് വളരെ ലോ ഫീഡ്, പതുക്കെ ഫീഡ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഈ മെഷീൻ്റെ സ്പെഷ്യാലിറ്റി. ദീസ് മെഷീൻസ് ആർ ഐദർ ഹൊറിസോണ്ടൽ ഓർ വെർട്ടിക്കൽ. ഒന്നുകിൽ ഹൊറിസോണ്ടൽ ആവാം, അല്ലെങ്കിൽ വെർട്ടിക്കൽ ആവാം. ഹൊറിസോണ്ടലാണ് നിങ്ങൾ കാണുന്നത്. ദ വർക്ക് ഓർ ദ ഡ്രിൽ മേ റിവോൾവ്. ഒന്നിക്കൽ വർക്ക്, അല്ലെങ്കിൽ റിവോൾവ്, അല്ലെങ്കിൽ രണ്ടും. ഓക്കെ, റിവോൾവ് ചെയ്യാൻ പറ്റും. മോസ്റ്റ് ഓഫ് ദ മെഷീൻസ് ആർ ഹൊറിസോണ്ടൽ കൺസ്ട്രക്ഷൻ യൂസിങ് എ സെന്റർ cut gun drill which has a single cutting edge with straight fluid running throughout its length. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഡീപ്പ് ഹോൾ ഡ്രില്ലിങ്ങിനെ പറയുകയാണെങ്കിൽ. അപ്പം മോസ്റ്റ് കോമൺലി നമുക്ക് കാണാൻ പറ്റുന്നത് ഹൊറിസോണ്ടലും വെർട്ടിക്കലും ഉണ്ടെങ്കിലും ഹൊറിസോണ്ടൽ കൺസ്ട്രക്ഷൻസ് ആണ് കൂടുതൽ കാണാൻ പറ്റുന്നത്. വിച്ച് ഹാവ് എ സെന്റർ കട്ട് ഗൺ ഡ്രിൽ. ഗൺ ഡ്രിൽ എന്നാണ് പറയുക. ഒരു പർട്ടിക്കുലർ ഡ്രിൽ വിത്ത് ഈ എക്സീഡ് ആയിട്ടുള്ള ഡെപ്ത് ഓഫ് കട്ട് കിട്ടുന്നത്, അതായത് ഡെപ്ത് കൂടുതൽ, ഡ്രില്ലിൻ്റെ ഡെപ്ത് കൂടുതൽ കിട്ടുന്ന തരത്തിലുള്ള ഒരു ടൈപ്പ് ഓഫ് ഗൺ ഡ്രില്ലാണ്
വിച്ച് ഹാസ് എ സിംഗിൾ കട്ടിംഗ് എഡ്ജ്, ഒരൊറ്റ കട്ടിംഗ് എഡ്ജ് വിത്ത് സ്ട്രെയിറ്റ് ഫ്ലൂട്ട്. അത് നമുക്ക് പഠിക്കാം എന്താണ് സ്ട്രെയിറ്റ് ഫ്ലൂട്ട് എന്നുള്ളത്. റണ്ണിങ് ത്രൂ ഔട്ട് ഇറ്റ്സ് ലെങ്ത്. ഓക്കെ, സ്ട്രെയിറ്റ് ഫ്ലൂട്ട് എന്ന് പറയുന്നത് എന്താണ്? അത് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡ്രിൽസ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും. അപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഡിഫറൻസ്. ഞാൻ അന്നേരം മെൻഷൻ ചെയ്യും. ഓക്കെ, these machines are very useful for drilling deep holes in the rifle travels, crankshafts, etc. അപ്പം നമുക്ക് കൂടുതൽ ഡീപ്പായിട്ടുള്ള ഹോൾസ് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ആണ് ഡീപ്പ് ഹോൾ ഡ്രില്ലിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ സെറ്റപ്പാണ് നിങ്ങൾ കാണുന്നത്. ഒരു വർക്ക് പീസ് ഉണ്ടാവും, ഡ്രില്ല് ഹെഡ് ഉണ്ടാവും, ഹൈഡ്രോളിക് സിസ്റ്റം യൂസ് ചെയ്ത് ഒരു ഗണ്ണ് റിവോൾവ് ചെയ്തുകൊണ്ട് ഒരു വർക്ക് പീസിലോട്ട് ഫോഴ്സ് ചെയ്യുകയാണ് ചെയ്യുക. മനസ്സിലാവാൻ പറ്റുന്നില്ലേ ഇതിൻ്റെ ഡിഫറൻസ്? അതായത് നമുക്ക് എന്താണ് അതിൻ്റെ ഹോൾ, ഡീപ്പ് ഹോൾ എന്ന് പറയുന്നത് മനസ്സിലാവുന്നില്ലേ? Yes, sir. ഓക്കെ. Yes, sir. ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ മെഷീൻസിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, ഇത്രയും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെഷീൻസ് ആണുള്ളത്. പോർട്ടബിൾ ഡ്രില്ലിംഗ് മെഷീൻ, അപ്രൈറ്റ് ഡ്രില്ലിംഗ് മെഷീൻ, സെൻസിറ്റീവ് ഡ്രില്ലിംഗ് മെഷീൻ, റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻ, ഗാങ് ഡ്രില്ലിംഗ് മെഷീൻ, മൾട്ടി സ്പിൻഡിൽ ഡ്രില്ലിംഗ് മെഷീൻ, ഓട്ടോമാറ്റിക് ഡ്രില്ലിംഗ് മെഷീൻ, ടററ്റ് ഡ്രില്ലിംഗ് മെഷീൻ ആൻഡ് ന്യൂമറിക്കലി കൺട്രോൾഡ് ഡ്രില്ലിംഗ് മെഷീൻ. ഓക്കെ, ഇത്രയും ടൈപ്പ് ഓഫ് ഡ്രില്ലിംഗ് മെഷീൻസ് ആണ് ഉള്ളത്. ഈ ഇത്രയും എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഡ്രില്ലിങ്ങിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഡ്രില്ലിങ്ങിൻ്റെ ടൈപ്സിനെ പറ്റിയിട്ട്? ഇസ് ദർ എനി ഡൗട്ട്? No, sir. ഇല്ല അല്ലേ? ഓക്കെ അല്ലേ? ഞാൻ ഒരു മിനിറ്റ്.